ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം ശക്തി പരാശക്തി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഭാഗം 41 അർദ്ധനാരീശ്വരൻ എന്ന് തുടങ്ങുന്ന ശിവപുരാണത്തിലെ അത്രയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് പറയാനുള്ളത്. ഭാഗം 41 അർദ്ധനാരീശ്വരൻ. അർദ്ധനാരീശ്വരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഉമാമഹേശ്വരന്മാരാണ് ആ അർദ്ധനാരീശ്വരർ. അതായത് ഭഗവാൻ പരമശിവനും പാർവതീദേവിയും രണ്ടല്ല ഒന്നാണ് എന്നുള്ള തത്വം. അതുപോലെ തന്നെ ശ്രീമൻ നാരായണനും ലക്ഷ്മി ദേവിയും രണ്ടല്ല ഒന്ന് ആണ് എന്നുള്ള സങ്കല്പം. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും രണ്ടല്ല ഒന്നാണ്. അതുപോലെ തന്നെ രാധാകൃഷ്ണന്മാർ രണ്ടല്ല, രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഭഗവാന്റെ ഘ്ലാദിനി ശക്തിയാണ്, ആ അർദ്ധനാരീശ്വര രൂപമാണ് ആ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും രണ്ടല്ല ഒന്നാണ് എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് ആ അർദ്ധനാരീശ്വരനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഭഗവാന്റെ എല്ലാം ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരേ ഒരു പരമാത്മാവിൽ നിന്ന് തന്നെയാണ് മറ്റുള്ള എല്ലാ ദൈവങ്ങളും മറ്റുള്ള എല്ലാ ഇതും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ആ തത്വം നാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കിന്ന് ഭാഗം 41 അർദ്ധനാരീശ്വരൻ എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. പിന്നെ ഇതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. കാരണം നമ്മുടെ കുടുംബത്തില് ഏതൊരു കുടുംബം എടുത്തു കഴിഞ്ഞാലും അച്ഛനും അമ്മയും ചിലപ്പോൾ 2 മക്കള് കാണും, അല്ലേ? അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. ഒരു കുടുംബത്തില് അച്ഛനും അമ്മയും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മക്കളുണ്ടാവും. അപ്പോ ഇപ്പോ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുടുംബത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മിക്കതും അണുകുടുംബമായി ചുരുങ്ങിയിരിക്കുകയാണ്, അല്ലേ? അപ്പൊ ഏതൊരു കുടുംബത്തിൽ നാം നോക്കുമ്പോഴും 2 കുട്ടികൾ കാണില്ല, ചിലപ്പോൾ ഒരു കുട്ടി മാത്രമേ കാണുകയുള്ളൂ. അപ്പൊ ഒരു കുട്ടി ആവുമ്പോൾ തന്നെ അവര് അവരുടേതായ കാര്യങ്ങളൊക്കെ നിർത്തിവെക്കും. പിന്നെ അവര് ഒരു കുട്ടി മതി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും, അല്ലേ? അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്, കുടുംബത്തിൽ 2 കുട്ടികൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളെങ്കിലും അതിൽ ആ 2 കുട്ടികളിൽ ഒരാളെങ്കിലും ഭക്തിയിലോട്ടുകൂടി വരണം എന്നുള്ളത്. മനസ്സിലായോ? ഇപ്പൊ 2 പേർക്കും ഭക്തിയിലോട്ട് പൂർണ്ണമായിട്ട് മുന്നേറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും നമ്മൾ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ഭക്തിയിലേക്ക് പൂർണ്ണമായിട്ടും കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത ഒരു ജന്മം അഥവാ ഈ അച്ഛനും അമ്മയും അടുത്ത ജന്മം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കളായിട്ട് അവര് ചിലപ്പോൾ ഒരു കുട്ടി ആകുമ്പോഴത്തേക്ക് അവര് മതിയെന്ന് വിചാരിക്കും. അപ്പോൾ മറ്റേ ആ ഒരു കുട്ടിയുടെ ആത്മാവ് അവിടെ ആയിരിക്കും, ഭഗവാന്റെ ലോകത്തായിരിക്കും നിൽക്കുന്നത്. അത് ഏത് ലോകം? ചിലപ്പോൾ പരലോകം ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ അതായിട്ടുള്ള ഇതനുസരിച്ചുള്ള ലോകത്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇവര് ഒരു കുട്ടി മതി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ കുട്ടി അടുത്ത ഒരു ആത്മാവിനെ ഈ ഭൂമിയിൽ വന്ന് ജന്മം എടുക്കാൻ സാധിക്കുകയില്ല. മനസ്സിലായോ? അപ്പോ അത് വളരെയധികം വിഷമം ഉണ്ടാവും. അപ്പം ഈ വിഷമം ഇല്ലാതിരിക്കാനും ആ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് മുന്നേറിയ ഒരു ആത്മാവാണെന്നുണ്ടെങ്കിൽ, അത് അറിഞ്ഞുകൊണ്ട് മുന്നേറിയ ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനപരമായിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെ നിൽക്കാൻ സാധിക്കും. മനസ്സിലായോ? നിങ്ങൾക്കത് പറഞ്ഞു മനസ്സിലായോ?
അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അച്ഛനമ്മമാരുടെ മകനായിട്ടോ മകളായിട്ടോ ജനിക്കേണ്ടതായിട്ട് വരുന്നതാണ്. പക്ഷെ അങ്ങനെ ജനിക്കാൻ ഒരു കുടുംബത്തിലുള്ള ആ ആത്മാവിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്ത് തന്നെ നിൽക്കാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ 2 മക്കളുണ്ടെങ്കിൽ ഒരാളെയെങ്കിലും പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പണ്ടുള്ളവര് ഒരു കുടുംബത്തിൽ ഇത്ര കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിയെ ചിലപ്പോൾ സംഗീതം, നൃത്തം, അങ്ങനെയുള്ള കലകള്, ക്ലാസിക്, അതായത് ഈ ഭഗവാന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, ഈ ഇടയ്ക്ക അങ്ങനെയൊക്കെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ പഠിപ്പിച്ചിരുന്നു. ഈ ക്ഷേത്ര കാര്യങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിടുക, ക്ഷേത്ര പൂജാരിയായിട്ട് വിടുക, അങ്ങനെയൊക്കെ ഒരു കുടുംബത്തിലെ 2 മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടിയെ അങ്ങനെ വിട്ടിരുന്നു. മനസ്സിലായോ? അപ്പം അതുപോലെ നമ്മളും അത് ആ പഴയ കാലത്തുള്ള ഇത് നമ്മളും കൊണ്ടുവരാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം, പൂജാരിമാരുണ്ട്, എന്നാലും വളരെ കുറവാണ് അല്ലെ. ഇപ്പൊ ഒരു പൂജാരി തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു 5-6 ക്ഷേത്രങ്ങളിലൊക്കെ ഒരുമിച്ച് പോയി പാടുപെട്ട് സമയം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത്. അപ്പം പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ പൂജാരിമാരൊക്കെ ഒരുപാട് കുട്ടികളെ, ബ്രാഹ്മിൻസിനെ ആയാലും അങ്ങനെയായാലും എല്ലാം വിടുമായിരുന്നു. പക്ഷെ ഇപ്പം വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതും ഒരു ജീവിത മാർഗമാണ്. ഇപ്പൊ പൂജാരിയായിട്ട് പോകുന്ന ഒരു ജീവിത മാർഗമാണ്. അപ്പൊ അത് പ്രാക്ടീസ് അതിന് വേണ്ടിയിട്ട് വിടുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വിടുക. അതുപോലെ ഇടയ്ക്ക, ചെണ്ട, വാദ്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ വായിക്കാൻ, അങ്ങനെയുള്ള സംഗീത കലകളിലേക്ക്, വയലിൻ, അതുപോലെ ഓടക്കുഴൽ, ഇങ്ങനെയൊക്കെയുള്ള കലകളിലേക്ക് അങ്ങനെയൊക്കെ വിടുക എന്നുള്ളതാണ്. നൃത്തം, അതുപോലെ സംഗീതം, ഇതിലെല്ലാം കലകളിലും കൂടെ വിടുക എന്നുള്ള. അപ്പം ഒരാളെ കുറച്ച് എന്താ പറയാ, ആ ഒരു ലെവലിലേക്കും കൂടി കൊണ്ടുവരാം. പഠിക്കുന്ന അതല്ല, അത് പഠിത്തമൊക്കെ അതിന്റെ കൂടെ നടന്നോട്ടെ. പക്ഷെ എന്നാലും അവരിൽ 2 പേരുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ എന്താ പറയാ, ക്ഷേത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നമ്മുടെ ഇത് കൾച്ചർ, നമ്മുടെ ഈ കാര്യങ്ങളിലേക്ക്, ഭക്തിയിലേക്ക് കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും നമുക്ക് ആ ഒരു ഇതാണ് പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിൽ 2 മക്കളുണ്ടെങ്കിൽ ഒരാളെങ്കിലും നമ്മൾ കൂടുതൽ ഭക്തിയിലോട്ടും കൂടി കൊണ്ടുവരാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ചിലപ്പോൾ 2 പേരെയും അതുപോലെ നമുക്ക് നിർബന്ധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. കാരണം 2 കുട്ടികളും ഡിഫറൻസ് ആയിട്ട് 2 പേരും 2 തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഒരാളെങ്കിലും അതിൽ കുറച്ച് എന്താ പറയാ, നമുക്ക് എന്ത് നേരിടാൻ കഴിയുമെന്നുള്ള കുട്ടീനെ അങ്ങനെ ഭക്തിയിലോട്ട് വലുതായിട്ട് കൊണ്ടുവരണമെന്നില്ല. അവന് ചിലപ്പോൾ അല്ലെങ്കിൽ അവക്ക് ആ ഒരു മനോധൈര്യം ഉണ്ടായിരിക്കും. പക്ഷെ മനോധൈര്യം ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് ഇതായി നിൽക്കുന്ന ഒരു കുട്ടിയാണല്ലോ. അപ്പൊ അതിനെങ്കിലും ഈ ഭക്തിയിലോട്ട് കുറച്ച് കൊണ്ടുവരാന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നതുമാണ് കുടുംബത്തിൽ. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് കുറെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ കഴിയും, നമുക്ക് ലോകം എന്തെന്ന് അറിയാൻ കഴിയും, ലോക പരിചയം കിട്ടും. നമ്മൾ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഉത്തമമാണ്. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ കുടുംബത്തിന് തന്നെ മൊത്തത്തിലുള്ള ടോട്ടലി ആ കുടുംബത്തിന് തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തിൽ ഒരു കുട്ടിയെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടി കൊണ്ടുവരണമെന്ന് പറയുന്നത്. മനസ്സിലായോ? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം, പഠിക്കുന്നുണ്ടായിരിക്കാം, മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാലും അതിൻ്റെ കൂടെ ഈ ഭക്തിയും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഭാഗം 41 അർദ്ധനാരീശ്വരൻ എന്നുള്ള ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമുക്ക് വായിക്കാം കേട്ടോ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പൊ ഞാൻ വായിക്കാമേ. ഓംകാര രൂപം ധരിച്ച് ശ്രീ പരമേശ്വരന്റെ കൽപ്പന പ്രകാരം പിതാതാവ് സൃഷ്ടികർമ്മം ആരംഭിച്ചു. ധാരാളം സൃഷ്ടികൾ നടത്തുന്നതിൽ സദാ ജാഗ്രത പുലർത്തിയിരുന്ന നാൻമുഖൻ തന്റെ സൃഷ്ടികളിലുള്ള ദോഷങ്ങളെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ശ്രീശങ്കരന്റെ പരമമായ അനുഗ്രഹം ഉണ്ടായിരുന്നതിനാൽ പറയത്തക്ക വൈകല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രഹ്മാവിന്റെ സൃഷ്ടികളിൽ ചിലത് വേണ്ടത്ര പുഷ്ടി പ്രാപിക്കാത്തതിൽ അദ്ദേഹം ദുഃഖിതനായി. അങ്ങനെ പ്രശ്നപരിഹാരത്തിനായി ചിന്തയിലാണ്ടിരുന്ന ബ്രഹ്മാവ് ഒരശരീരി കേൾക്കാനിടയായി. അപ്പോ എന്താണ്, ഓംകാര രൂപം ധരിച്ച് ശ്രീ പരമേശ്വരൻ തന്നെ ഒരുപാട് സൃഷ്ടികളൊക്കെ നടത്തി, ബ്രഹ്മദേവന് ഒരുപാട് സൃഷ്ടികളൊക്കെ നടത്തി. പക്ഷേ ഈ സൃഷ്ടികളൊക്കെ നടത്തുന്ന സാഹചര്യത്തില് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു എന്താ പറയാ സത്തയുള്ള ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുവാൻ ബ്രഹ്മാവിനോ മഹാദേവനോ കഴിഞ്ഞില്ല. കുറെ വൈകല്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹേ വിധാതാവേ,
താങ്കളുടെ വിഷാദം നാം അറിയുന്നു. അതിനാൽ സ്ത്രീ പുരുഷ സംയോജിതമായ മൈഥുന സൃഷ്ടി നിർവഹിക്കുക. അദ്വൈത ദർശനത്തിന്റെ മഹത്വം ഉത്പാദിപ്പിക്കാൻ അത് സഹായിക്കുന്നതാണ്. ആകാശവാണി ശ്രവിച്ചുവെങ്കിലും വിരിഞ്ചന്റെ മനതാരിൽ ആശ്വാസത്തിന്റെ ഇളം തെന്നൽ വീശിയില്ല. കാരണം മൈഥുന സൃഷ്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നില്ല. മുമ്പൊരിക്കലും ഇത്തരമൊരു സൃഷ്ടിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നതുമില്ല. അശരീരി പ്രകാരമുള്ളൊരു സൃഷ്ടി നടത്തണമെങ്കിൽ പരബ്രഹ്മ സ്വരൂപനായ ശ്രീ പരമേശ്വരന്റെ കൃപയും പ്രത്യേക അനുഗ്രഹവും ഇല്ലാതെ സാധ്യമല്ലെന്നറിഞ്ഞ ബ്രഹ്മാവ് സദാശിവനെ തപസ്സു ചെയ്യാൻ തുടങ്ങി. സ്ത്രീ പുരുഷ സംയോജ സൃഷ്ടി ആയതിനാൽ ജഗദംബികയുടെ അനുഗ്രഹവും ഇക്കാര്യത്തിന്റെ വൈഭവത്തിന് അത്യാവശ്യമാണെന്നറിഞ്ഞ നാൻമുഖൻ പരാശക്തിയോട് കൂടിയ ഭഗവാനെ പ്രേമപൂർവ്വം ധ്യാനിക്കാൻ തുടങ്ങി. ഏറെ നാളത്തെ ധ്യാനത്തിനു ശേഷം ഭഗവാൻ ശ്രീരുദ്രൻ പ്രത്യക്ഷനായി. ഭക്തവത്സലനായ രുദ്രൻ പൂർണ്ണ സച്ചിദാനന്ദത്തിൻ്റെതായ കാമഭാവം സ്വീകരിച്ച് പുരുഷനും പകുതി സ്ത്രീയുമായ രൂപത്തിൽ ബ്രഹ്മാവിന് ദർശനം നൽകി. സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളുടെ അധിപനായ ശ്രീ ശങ്കരൻ പരാശക്തിയോടു കൂടി നിൽക്കുന്നത് കണ്ട വിധാതാവ് ഭൂമിയിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അപ്പോ ഇങ്ങനെ ഒരു സൃഷ്ടി നടത്താൻ പറയാം, അതായത് സ്ത്രീയും പുരുഷനുമുള്ള മൈഥുനമായിട്ടുള്ള ഒരു സൃഷ്ടി നടത്താൻ ബ്രഹ്മാവിനോട് പറയുകയാണ്. പക്ഷെ ബ്രഹ്മാവിന് അങ്ങനെ ഒരു സൃഷ്ടിയെക്കുറിച്ച് യാതൊരു അറിവും തന്നെയില്ല. അങ്ങനെ ബ്രഹ്മാവ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹാദേവൻ ഉമാദേവിയെ, പരാശക്തിയായിട്ടുള്ള പാർവതീ ദേവിയെ പ്രാർത്ഥിക്കുകയും അങ്ങനെ തപസ്സിരിക്കുകയും ആ ജ്ഞാനദൃഷ്ടിയിലൂടെ ദേവിയെ ദർശിക്കുകയും അങ്ങനെ ദേവി അവിടെ വരികയും അങ്ങനെ അർദ്ധനാരീശ്വര രൂപമായിട്ട് ശിവപാർവതി സംയോഗത്തില് അർദ്ധനാരീശ്വര രൂപമായിട്ട് ഈ അർദ്ധനാരീശ്വര രൂപത്തെ ആർക്ക് കാണിച്ചു കൊടുക്കുകയാണ്? ബ്രഹ്മാവിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കണ്ട ഉടനെ ബ്രഹ്മാവ് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. നഡ്ഡ നമസ്കാരം ചെയ്ത് അദ്ദേഹത്തെ വണങ്ങി. അനന്തരം അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിയിൽ സംപ്രീതനായിത്തീർന്ന ഭഗവാൻ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ ആ അർദ്ധനാരീശ്വര രൂപം ഇതിനകത്തുണ്ട്, ഞാൻ അത് കാണിച്ചുതരാം. പ്രിയപുത്ര വത്സ, നിന്റെ അകതാരിൽ അടക്കി വെച്ചിരിക്കുന്ന ആഗ്രഹം നാം അറിഞ്ഞിരിക്കുന്നു. പ്രജകളുടെ വർധനവിന് വേണ്ടിയാണ് കഠിന തപം അനുഷ്ഠിച്ച് നീ നമ്മെ പ്രീതനാക്കിയിരിക്കുന്നത്. അതിനാൽ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം പുഷ്പിതമാകുന്നതാണ്. ഇപ്രകാരം അമൃതതുല്യമായ വാണി കൊണ്ട് ബ്രഹ്മാവിനെ സാന്ത്വനിപ്പിച്ച ശേഷം സ്വന്തം ശരീരത്തിന്റെ ഭാഗമായിരുന്ന ഭവാനി ദേവിയെ വേർപെടുത്തി ഈ രംഗം അത്ഭുതത്തോടെ നോക്കി നിന്ന വിരിഞ്ചൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആ പരാശക്തിയെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പരബ്രഹ്മ സ്വരൂപം സ്വീകരിച്ചു നിൽക്കുന്ന ലോകമാതേ, സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവായ ശ്രീ ശങ്കരൻ എന്നെ സൃഷ്ടിച്ചു. പിന്നെ ദേവാദിദേവന്റെ കൽപ്പന പ്രകാരം സകല സൃഷ്ടികളും ഞാൻ നടത്തി. ദേവന്മാരെയും പ്രജകളെയും ഞാൻ മനോശക്തിയാൽ സൃഷ്ടിച്ചു. എന്നാൽ അതിന്റെ ന്യൂനതയെക്കുറിച്ച് ആദ്യമൊന്നും ഞാൻ ഓർത്തില്ല. പക്ഷേ എന്റെ സൃഷ്ടികളിൽ പലതിനും വളർച്ചയുണ്ടാകുന്നില്ല എന്ന സത്യം അറിഞ്ഞപ്പോൾ എന്റെ കർമ്മം നിഷ്ഫലമാണെന്ന് എനിക്ക് തോന്നി. അതിനാൽ സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ വളർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള സൃഷ്ടി നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അക്ഷയമായ സ്ത്രീ വംശത്തിന്റെ ഉത്ഭവത്തോടെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന വിധമുള്ള വംശീയ വികാസം സാധ്യമാകൂ. അമ്മേ, ആദിപരാശക്തിയായ ജഗദംബികയെ, എല്ലാ ശക്തികളുടെ ഉത്ഭവസ്ഥാനം അവിടുന്നാണെന്ന് എനിക്കറിയാം. അതിനാൽ സ്ത്രീ വംശത്തെ കൂടി സൃഷ്ടിക്കുന്നതിനുള്ള ശക്തി പ്രദാനം ചെയ്യാൻ കരുണ കാട്ടണമേ. അങ്ങനെ ചരാചര ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് ദേവി അവിടുന്ന് കാരണമായി തീരണം. വരദായിനിയായ ശിവേ, ഞാൻ മറ്റൊരു വരം കൂടി എൻ്റെ അമ്മയോട് അപേക്ഷിക്കുന്നു. സർവവ്യാപിനിയായ ലോകജനനി, ചരാചര ലോകത്തിന്റെ വികാസ പരിണാമത്തിനായി സ്വന്തം രൂപത്തോടെ എൻ്റെ പുത്രനായ ദക്ഷന്റെ പുത്രിയായി അവതരിക്കുവാനും ദയുണ്ടാകണം. ബ്രഹ്മദേവന്റെ അഭ്യർത്ഥന കേട്ട മഹേശ്വരി മധുരമായ മന്ദഹാസമലർ മാസ്മരികമായ അതരങ്ങളിൽ അലങ്കരിച്ചു ചേർത്തുകൊണ്ട് അല്പനേരം നിലകൊണ്ടു. അപ്പോ ബ്രഹ്മദേവൻ എന്ത് പറയുകയാണ്? ബ്രഹ്മദേവൻ ദേവിയോട് പറയുകയാണ്, അമ്മേ ആദിപരാശക്തി, ഞാൻ ഒരുപാട് സൃഷ്ടികൾ നടത്തി. പക്ഷെ ഈ സൃഷ്ടികൾക്കൊന്നും ഒരു പൂർണ്ണതയില്ല. ഇതെല്ലാം പുരുഷന്മാരാണ്, സ്ത്രീ ആയിട്ടുള്ള ഒരു സൃഷ്ടിയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആദിപരാശക്തിയായ ദേവിയുടെ രൂപത്തിലുള്ള ആ ഒരു സൃഷ്ടി എനിക്ക് കൊണ്ടുവരണം. അപ്പോൾ ദേവി തന്നെ അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിക്കണം. ദേവി തന്നെ ആ ഒരു സൃഷ്ടിയായിട്ട് സ്ത്രീ രൂപത്തിലുള്ള സൃഷ്ടി
സൃഷ്ടി, എനിക്ക് ദേവിയെ പോലുള്ളൊരു സൃഷ്ടി നടത്തണം, അതിനു വേണ്ടിയിട്ട് ദേവി എന്നെ സഹായിക്കണം. അത് മാത്രവുമല്ല, എൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷന്റെ പുത്രിയായിട്ട് ദേവി ജനിക്കണമെന്നും കൂടി ദേവിയോട് പറയുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടതോടുകൂടി ദേവി വളരെയധികം സന്തോഷവതി ആവുകയും അങ്ങനെ ദേവി കുറച്ചു നേരം ഒന്ന് മിണ്ടാതെ ഇരുന്നിട്ട് പിന്നീട് പറയുകയാണ്. ബ്രഹ്മദേവന്റെ അഭ്യർത്ഥന കേട്ട മഹേശ്വരി മധുരമായ മന്ദഹാസമലർ മാസ്മരികമായ അധരങ്ങളിൽ അലങ്കരിച്ചു ചേർത്തുകൊണ്ട് അല്പനേരം നിലകൊണ്ടു. അനന്തരം ആ ത്രൈലോക്യനാഥയുടെ തിരുനാവിൽ നിന്നും ശുഭാവർണ്ണങ്ങൾ പുറപ്പെട്ടു. തഥാസ്തു, അങ്ങനെ ഭവിക്കട്ടെ. കൈകൂപ്പി പ്രാർത്ഥനാഭാവത്തോടെ നിൽക്കുകയായിരുന്ന ഭക്തനെ ദേവി അനുഗ്രഹിച്ചു. ഉടനെ സ്വന്തം പുരികങ്ങളുടെ മധ്യഭാഗത്തു നിന്നും തന്നെ പോലെയുള്ള ഒരു രൂപത്തെ അഥവാ ശക്തി സ്വരൂപിണിയായ ദേവിയെ നിർമ്മിച്ചു. ആ ശക്തിയെ ദർശിച്ച ദേവാദിദേവനായ ശ്രീശങ്കരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി കഠിനമായ തപസ്സിലൂടെയാണ് ബ്രഹ്മാവ് ലോകമാതാവിന്റെ വരം ആഗ്രഹിച്ച് ആരാധിച്ചത്. അതിനാൽ ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് ദേവിയുടെ കടമയാണ്. സകല ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ഉത്തമം. ശ്രീ ഭഗവാന്റെ വാക്കുകൾക്ക് ദേവി ഉചിതമായ മറുപടി നൽകി. പ്രാണേശ്വര, ചരാചരങ്ങളുടെ നാഥനായ മഹാപ്രഭോ, അവിടുത്തെ ആജ്ഞ പോലെ ബ്രഹ്മാവ് ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. ഇദ്ദേഹം ആവശ്യപ്പെട്ടതെല്ലാം പൂർണ്ണമാകുന്നതാണ്. ഇപ്രകാരം പ്രസ്താവിച്ച ശേഷം ശിവശംഭുവിന്റെ ശരീരത്തിൽ ദേവി പ്രവേശിച്ചു. ഉടനെ ഭഗവാൻ അവിടെ നിന്നും അന്തർധാനം ചെയ്തു. അന്നു മുതൽ സ്ത്രീ പുരുഷ സംഗമത്തിലൂടെയുള്ള മൈഥുന സൃഷ്ടി നടപ്പിലായി. ഇതിലൂടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് അത്യന്തം സന്തോഷമുണ്ടായി. അങ്ങനെ ബ്രഹ്മാവ് ദേവിയെ വീണ്ടും സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ ആ ഒരു ഇത് കൊണ്ട് ദേവിയുടെ സൃഷ്ടി ഉണ്ടാവുകയാണ്. ദേവിയുടെ ആ വരദാനം കൊണ്ട് ബ്രഹ്മാവിന് ദേവിയെ സൃഷ്ടിക്കാൻ സാധിക്കുകയാണ്. ആദിസ്വരൂപനായ ശ്രീ പരമേശ്വരനെ പോലെ ദേവിയും പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. പരബ്രഹ്മം രണ്ടായി പിരിഞ്ഞതിൽ ശ്രീ സദാശിവനും ജഗദീശ്വരിയുമായ പാർവതി ദേവിയുമാണ് ഉത്ഭവിച്ചത്. ശ്രീ ശങ്കരനോളം തുല്യശക്തി ദേവിക്കുമുണ്ട്. സ്ത്രീ സ്വരൂപിണി ആയതുകൊണ്ട് ദേവിക്ക് ന്യൂനത ഉണ്ടാകുന്നില്ല, മറിച്ച് ശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ ശങ്കരനെ മാത്രം ആരാധിച്ചാൽ തീർച്ചയായും ഭഗവാൻ പ്രസന്നനായി ഫലം പ്രദാനം ചെയ്യും. പക്ഷേ ഭക്തന് ലഭിക്കുന്ന ആ ഫലം പൂർണ്ണമാകുന്നില്ല. ഈ സത്യം ഭഗവാനും അറിയാവുന്നതാണ്. അദ്വൈത സിദ്ധാന്ത പ്രകാരം ശ്രീ പരമേശ്വരിൽ നിന്നും ഭക്തന്മാർക്ക് ലഭിക്കുന്ന അനുഗ്രഹം അഥവാ സിദ്ധി വൈഭവം ദേവിയിൽ നിന്നും ലഭിക്കുന്നതിന് തുല്യമാണ്. അപ്പോ ഭഗവാന്റെയും ഭഗവതിയുടെയും ദേവിയുടെയും കൂടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? അത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ശ്രീ പരമേശ്വരനെ ധ്യാനിക്കുന്നവർ ദേവിയെ ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമേശ്വരനിൽ നിന്ന് ലഭിക്കുന്ന അതേ ഇത് തന്നെയായിരിക്കും ദേവിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനും മുന്നേ ദേവിയുടെ നാമമാണ് നമ്മൾ ആദ്യമേ പറയുന്നത്, അല്ലേ? ഇപ്പം മഹേശ്വരനായാലും നമ്മൾ ഉമാ മഹേശ്വരായ നമഃ അങ്ങനെയാണ് പറയുന്നല്ലേ. ഇപ്പൊ നാരായണനെ എടുക്കുകയാണെങ്കിൽ ലക്ഷ്മി നാരായണായ നമഃ എന്നാണ് നമ്മൾ പറയുന്നത്. രാധാകൃഷ്ണായ നമഃ എന്നാണ് പറയുന്നത്. ആദ്യമേ നമുക്ക് ദേവിക്കാണ്, അമ്മയ്ക്കാണ്, ആ ആദി പരാശക്തിക്കാണ് നമ്മൾ ആദ്യമേ സ്ഥാനം കൊടുക്കുന്നത്, അല്ലെ? അപ്പം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആദ്യം നിൽക്കുന്നത് ആരാണ്? ദേവി തന്നെയാണ്. അപ്പം ഈ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരുടെ അനുഗ്രഹം വേണമെങ്കിലും ദേവിയുടെ അനുഗ്രഹം വേണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ദേവി തന്നെയാണ് ഇതെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതാണ് പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. പിന്നീട് അദ്വൈതത്തിൽ വിലയം കൊള്ളേണ്ടതുമാണ്. എന്നാൽ മനസ്സ് ചിത്തമായി പരിണമിച്ച് ഇന്ദ്രിയ വ്യാപാരങ്ങളെ ദമനം ചെയ്ത് ജീവാത്മാവിനെ പരമാത്മാവിൽ ചേർത്ത് പരമമായ സത്യത്തിന്റെ പൊരുൾ കണ്ടറിഞ്ഞിട്ടുള്ള യോഗീശ്വരന്മാർക്ക് മുകളിൽ പ്രസ്താവിച്ച ശുദ്ധസങ്കല്പം ഫലപ്രാപ്തി നൽകുന്നതാണ്. ഇന്ദ്രിയങ്ങളുടെ പ്രേരണയ്ക്ക് വശംവദരായിരിക്കുന്നവർക്ക് ഇത് ഗുണകരമാവുകയില്ല. കാരണം അവർ ചിത്തവൃത്തി നിരോധം കൈവരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ശ്രീ പരമേശ്വരൻ കേവലം പരബ്രഹ്മമായി വർത്തിക്കുന്നതിനാൽ അവിടെ സൃഷ്ടി നടക്കുന്നില്ല. എനിക്ക് ചെറിയ ചുമയുണ്ട് കേട്ടോ, ഇടയ്ക്ക് വെച്ചിട്ട് മാറിയതാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ഉറക്കം സംസാരിച്ചപ്പോൾ വീണ്ടും വന്നു. അപ്പോ പരമേശ്വരനും പാർവതി ദേവിയും ചേർന്നില്ലെങ്കിൽ സൃഷ്ടി നടക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടെ. ഒരു സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് ആ ജീവന്റെ പൂർവ്വ കർമ്മഫലം അനുഭവിക്കണമെങ്കിൽ
ഭൂമിയിൽ അതിന് തക്ക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ജഗദീശ്വരിയായ പാർവതി ദേവിയുടെ മായാപ്രഭാവം കൊണ്ടാണ്. ഈ സംഗതി ഒരു ഭക്തൻ അറിയാനിടയായാൽ പാർവതി ദേവിയെ ആരാധിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യമാകും. പുൽക്കൊടി പോലും ഭൂമിയിൽ വളരുന്നതിന് ജഗദംബികയുടെ അനുവാദം ആശീർവാദവും അത്യാവശ്യമാണ്. ശുദ്ധമായ തങ്കം കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കുവാനാവുകയില്ലെന്ന് നമുക്കറിയാം. അതുപോലെ ശുദ്ധ പരബ്രഹ്മം നിരാകാരമായതിനാൽ അതിലൂടെ സൃഷ്ടി അസാധ്യമായതിനാലാണ് ശ്രീ പരമേശ്വരൻ മായ സൃഷ്ടിച്ച് ബ്രഹ്മാവിലൂടെ ജീവജാലങ്ങൾക്ക് ഭൂമി ദേവിയാക്കി മാറ്റിയത്. ഇത്തരം ഒരു മായാവൈഭവം ഭഗവാൻ സൃഷ്ടിച്ചുവെങ്കിലും ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വൃക്ഷലതാദികളിലൂടെ പ്രദാനം ചെയ്യുന്നത് ശ്രീ പരമേശ്വരയുടെ കൃപാകടാക്ഷം കൊണ്ടാണ്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ ജഗദീശ്വരിയായ പാർവതി ഭഗവാനെ വിട്ടകന്നു പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ത്രിലോകങ്ങളിലുമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത് തകിടം മറിച്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീശങ്കരനെ ധ്യാനിക്കുന്നവർ ദേവിക്കും തുല്യസ്ഥാനം നൽകി കാരുണ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പൊ ദേവിയാണ് നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ നമ്മുടെ ശരീരം, ഞാൻ പറഞ്ഞില്ലേ, ഈ ഭൂമിയിൽ നമുക്ക് ജനിക്കണം എന്നുണ്ടെങ്കിൽ, മനുഷ്യരായിട്ടായാലും ഏത് ജീവജാലങ്ങളായിട്ട് ജനിക്കണം എന്നുണ്ടെങ്കിൽ ആ ശരീരം നമുക്ക് തരുന്നതും ദേവിയാണ്. അപ്പൊ ദേവിയിലൂടെ ബ്രഹ്മാവിലേക്കും, ബ്രഹ്മാവാണ് പിന്നീട് സൃഷ്ടി നടന്നത്. അപ്പൊ ദേവിക്ക് അത്രയും പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ശ്രീ പാർവതി ദേവി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ദേവിക്ക് അത്രയും പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ദേവി ഭഗവാനിൽ നിന്ന് അകന്നു പോയിക്കഴിയുമ്പോഴാണ് നമ്മുടെ ഭൂമിയിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഒരു തടസ്സമാവും ദേവി ഭഗവാനിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ദേവിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭക്തരാണെങ്കിലും ദേവിയെ കൂടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ജീവജാലങ്ങളുടെ സ്പന്ദനവും ദേവിയുടെ ശക്തി പ്രഭാവത്താലാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ നമ്മുടെ എല്ലാ ജീവജാലങ്ങളുടെയും സ്പന്ദനം പോലും എന്ന് പറയുന്നത് ആ ദേവിയുടെ ശക്തി പ്രവാഹത്തിലാലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ദേവിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശക്തി എന്ന് വെച്ചാൽ നമുക്ക് ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതാണ്, അതിന് ശക്തി കൊടുക്കുന്ന ഇതാണ് ദേവി എന്ന് പറയുന്നത്. അപ്പൊ ആ ശക്തിയാണ് ദേവി. ഇപ്പൊ നമുക്ക് ദേവിയുടെ ആ ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രസൻസ് ഇല്ല, ദേവിയുടെ ആ ചൈതന്യം നമുക്ക് അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറും ജഡമാണ്. മനസ്സിലായോ? അതാണ് ശിവഭഗവാൻ ധ്യാനത്തിൽ പോകുന്ന സമയത്ത് ആ ധ്യാനനിരതനായിട്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ ദേവി ഇല്ലാതെ ധ്യാനനിരതനായിട്ടിരിക്കുന്നത്, അതായത് ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. മനസ്സിലായോ? അപ്പം ഇതിനെ ഒന്നുമില്ലാത്തതിനെ ആ താളാത്മകമാക്കുന്ന, ലയാത്മകമാക്കുന്നത്, അതിനെ ജീവൻ ഉൾക്കൊള്ളിക്കുന്നത്, അല്ലെങ്കിൽ ആ ജീവസ്വം ഉണ്ടാക്കുന്നത്, അതുപോലെ ജീവജാലങ്ങൾക്ക് ആ പ്രസരിപ്പ് ഉണ്ടാക്കുന്നത്, ശക്തി കൊടുക്കുന്നത്, ശക്തി പ്രദാനം ചെയ്യുന്നതെല്ലാം ദേവിയാണ്. അപ്പൊ ദേവിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ദേവിയെ നമ്മൾ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ദേവിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് അവര് ദേവിയെ പ്രാർത്ഥിക്കേണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, ഭഗവാനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ദേവിയും കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മുടെ എല്ലാം നമുക്ക് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ആ ശക്തി പ്രവാഹം, നമുക്ക് ക്രിയ ചെയ്യാനുള്ള ശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി നമ്മൾ പറയില്ലേ, അപ്പൊ ഇതെല്ലാം നമുക്ക് ദേവിനെയും കൂടെ പ്രാർത്ഥിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ദേവിക്ക് എത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഉമാ മഹേശ്വരായ നമഃ, ലക്ഷ്മി നാരായണായ നമഃ, സീതാരാമായ നമഃ, രാധാകൃഷ്ണായ നമഃ, രുക്മിണി സമേത കൃഷ്ണായ നമഃ, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ദേവിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ഷിപ്രപ്രസാദിനിയും ഭക്തവത്സലയും ആദിസ്വരൂപിണിയുമായ ശ്രീ പാർവതിയാണ് ഭദ്രകാളിയായും ദുർഗയായും സരസ്വതിയായും ലക്ഷ്മി ദേവിയായും ചാമുണ്ഡി ദേവിയായും ഒക്കെയുള്ള രൂപങ്ങൾ യഥാസമയം കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി കൈക്കൊള്ളുന്നത്. സാത്വിക ഗുണങ്ങൾ പ്രധാനമായിട്ടാണ് ലക്ഷ്മി ദേവിയുടെ രൂപത്തിൽ അമ്മ വർദ്ധിക്കുന്നത്. അപ്പോൾ ഈ ദേവി തന്നെയാണ് സരസ്വതിയായും ലക്ഷ്മിയായും ദുർഗയായും ഭദ്രയായും ഒക്കെ വരുന്നത് ഈ ദേവി തന്നെയാണ്. ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ഓരോ രൂപങ്ങൾ ധരിച്ച് ദേവി വരുന്നു.
ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ദേവി ഓരോ രൂപങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഭദ്രയും ദുർഗ അങ്ങനെയുള്ള ദേവിമാര്, ചണ്ഡിക ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയത്ത് ദേവി അങ്ങനെ ഒരു രൂപത്തിലായിരിക്കും വരുന്നത്. ഇനി ഏറ്റവും സാത്വിക ഗുണമുള്ള ദേവിയാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവിയുടെ രൂപത്തിൽ അമ്മ വർത്തിക്കുന്നത് സാത്വിക ഗുണപ്രധാനിയായിട്ടാണ്. ദുഷ്ടനിഗ്രഹം വേണ്ടി വരുമ്പോൾ ജഗദീശ്വരി തമോ ഗുണപ്രധാനമായ ഭദ്രകാളിയായും ദുർഗയായും രൂപം ധരിക്കുന്നു. അപ്പോൾ ദുഷ്ടനിഗ്രഹം വേണ്ടി വരുന്ന സമയത്താണ് ദേവി തമോ ഗുണപ്രധാനമായിട്ടുള്ള ഭദ്രകാളിയായിട്ടും ദുർഗാദേവിയായിട്ടും ഒക്കെ അവതരിക്കുന്നത്. ഇപ്രകാരം ദേവിയുടെ വർണ്ണനാതീതമായ പ്രഭാവം തന്നെയാണ് ത്രിലോകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്രകാരം ദേവിയുടെ തന്നെ വർണ്ണനാതീതമായിട്ടുള്ള പ്രഭാവം തന്നെയാണ് ഈ ത്രിലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. അർദ്ധനാരീശ്വര ഭാവത്തിലൂടെ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള സംയോഗത്തെയാണ് കാണിച്ചു തരുന്നത്. അപ്പൊ അർദ്ധനാരീശ്വര ഭാവത്തിലൂടെ എങ്ങനെയാണ് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയോഗത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു പുരുഷനിൽ സ്ത്രീശക്തി അന്തർലീനയായിരിക്കുന്നുവെന്നും ഒരു സ്ത്രീയിൽ പൗരുഷഭാവം കുടികൊള്ളുന്നുവെന്നും നമുക്ക് കാണാവുന്നതാണ്. അതായത് ഒരു പുരുഷനിൽ സ്ത്രീശക്തി അന്തർലീനമായിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ ഒരു സ്ത്രീയിൽ പൗരുഷഭാവം കുടികൊള്ളുന്നുവെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ എല്ലാവരും, ഇപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം അതാണ്. ഇപ്പൊ പുരുഷനായാലും സ്ത്രൈണത അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ആ മനോഭാവം അല്ലെങ്കിൽ ആ ശക്തി അന്തർലീനമായിരിക്കുന്നു, പുരുഷനിൽ അന്തർലീനമായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ആ പുരുഷത്വം, ആ പൗരുഷഭാവവും സ്ത്രീയിൽ കുടികൊള്ളുന്നുണ്ട്. അപ്പം എല്ലാം ഇത് രണ്ടും ഒന്നാണെന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെ. അതുകൊണ്ട് ഈ ജന്മം ചിലപ്പോൾ സ്ത്രീ ആയിട്ട് ജനിച്ചവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നമ്മൾ സ്ത്രീ ആയിട്ട് ജനിച്ച് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ അവർക്ക് അടുത്ത ജന്മത്തിൽ പുരുഷനായിട്ടായിരിക്കും ജനിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചില പുരുഷന്മാര് പറയും, ഞങ്ങൾക്ക് പുരുഷനായിട്ട് ജനിച്ചിട്ട് ഒരുപാട് എന്താ പറയാ ജോലി ചെയ്തു കൊടുക്കണം, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത ജന്മം സ്ത്രീ ആയിട്ട് ജനിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ജന്മം അവർക്ക് സ്ത്രീ ആയിട്ടായിരിക്കും ജനിക്കാൻ കഴിയുന്നത്. അത് ഓരോരുത്തരുടെയും കർമ്മ ഇതനുസരിച്ചിട്ട് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അത്രയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി അതല്ല, മോക്ഷമാണ് വേണ്ടത്, നമുക്ക് ഇനി ജന്മമേ വേണ്ട, ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയിലുള്ള ഒരു അഭയമാണ് വേണ്ടത്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇതാണ് വേണ്ടതെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കിട്ടുന്നതാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? അങ്ങനെ നമുക്ക് മോക്ഷമുക്തിയൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സത്യസന്ധരായിട്ടിരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല പ്രവർത്തികൾ മാത്രം ചെയ്യുക, ജ്ഞാനം, തപസ്സൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ എടുക്കുക, അങ്ങനെയുള്ള ചിട്ടവട്ടത്തോടു കൂടി ജീവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് ഈ അഷ്ടവൈരികളൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. മനസ്സിലായോ? നമ്മുടെ അയ്യപ്പസ്വാമി അത് തന്നെയാണ്, അയ്യപ്പസ്വാമിയുടെ ഓരോ പടികളിലും അത് തന്നെയാണ് പറയുന്നത്. ഓരോ ഇതും വിജയിക്കാന്നുള്ളത്, കാമക്രോധ ലോഭ മോഹ മത മാത്സര്യ ഡംബ് അസൂയ ഗമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അഷ്ടവൈരികളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. അത് പെട്ടെന്ന് ചിലർക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല, എന്നാലും അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സമയത്ത് അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ, പിന്നെ ഭഗവത് ചിന്ത വരുന്നതിലൂടെ, ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ചിന്തകൾ മനസ്സിൽ വരുന്നതിലൂടെ, നമുക്ക് ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ, ഭഗവാന്റെ നാമങ്ങൾ പറയുന്നതിലൂടെ, ഭഗവാന്റെ ഏത് നാമങ്ങളായാലും, ഓം നമഃ ശിവായാലും, ഓം നമോ നാരായണയായാലും, സർവമംഗള മാംഗല്യായാലും, അമ്മേ നാരായണ ആയാലും, ഹരേ കൃഷ്ണ ആയാലും, അങ്ങനെയുള്ള ഏത് മന്ത്രങ്ങളായാലും ആ മന്ത്രങ്ങൾ പറയുന്നതിലൂടെ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭഗവാനിലേക്ക്, ആ ഭഗവത് സാക്ഷാത്കാരം നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് ആ മുക്തിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലാതെ വീണ്ടും ഇനി ഭൂമിയിൽ വന്ന് ജനിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങള്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനിൽ ഒരു അഭയത്തിന് വേണ്ടിയിട്ടോ ഭഗവാനിൽ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കണം. ഈ ഭൂമിയിൽ വന്നിട്ട് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ കർമ്മഫലങ്ങൾ, ദോഷപരമായിട്ടുള്ള കർമ്മഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ആ പാപങ്ങളൊക്കെ ക്ഷമിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ നമുക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കണം നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഏതൊരു അമ്പലത്തിൽ പോകുമ്പോഴും നമ്മൾ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഭൂമിയിൽ തന്നെ തളഞ്ഞു കിടക്കേണ്ടില്ലെങ്കിൽ ഭൂമിയിൽ നമ്മളെ പിടിച്ചിടുന്നതായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മുക്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്.
ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പോൾ സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു, സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഹര ഹര മഹാദേവ. അപ്പൊ ഇന്ന് നമ്മുടെ ഭാഗം 41 കഴിഞ്ഞത്. ഇനി അടുത്ത ഭാഗം 42. ഹനുമാൻ അവതാര കഥയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ. അപ്പം ഒത്തിരി ഇത് ഞാൻ കുറച്ച് സ്പീഡിലാണ് വായിച്ചു പോണത്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അച്ചടി ഭാഷയിൽ തന്നെ, അതായത് ഈ പുസ്തകത്തിലുള്ള രീതിയിൽ തന്നെ നമുക്ക് വായിച്ചു പോകുമ്പോൾ അതാണ് കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത്. കാരണം നമ്മൾ വായിക്കാനാണല്ലോ എപ്പോഴും പറയുന്നത്, വായിക്കാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വായിച്ച് തന്നെ പോയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ്. കാരണം വായിക്കുന്നതിലൂടെ നമ്മൾ നമ്മൾ ഈ ശിവപുരാണത്തിലെ ഏത് ഗ്രന്ഥങ്ങളിലായാലും അതിലെഴുതിയിരിക്കുന്ന ഓരോ വരികളും നമ്മൾ മനസ്സിലാക്കി വായിച്ചു പോകുന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ആ വായിക്കുന്നതിലൂടെ നമുക്ക് നന്മയുണ്ടാവും. ഈ വായിക്കുന്ന സമയത്ത് നമ്മുടെ ആ കോൺസെൻട്രേഷൻ മൊത്തം നമ്മൾ ആ കാര്യങ്ങളിലേക്ക്, ആ ചിന്തകളിലേക്ക്, ആ ഭഗവത് ചിന്തകളിലേക്കൊക്കെ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു കോൺസെൻട്രേഷനിലൂടെ നമുക്ക് ഭക്തിയിലേക്ക്, അതാണ് വായിക്കണം പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നത്. കൊണ്ടാണ് ഭഗവത്ഗീതയായാലും ഭാഗവതമായാലും നാരായണീയ ആയാലും ശിവപുരാണം ആയാലും ദേവി മഹാത്മ്യം ആയാലും ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എടുത്തു നോക്കി അറിയാം, മറ്റു മതസ്ഥരെയൊക്കെ എടുത്തു നോക്കിയാൽ അവർ കൊച്ചുനാൾ മുതലേ, പണ്ട് കാലം മുതലേ അവരുടേതായ പുസ്തകങ്ങളൊക്കെ, അവരുടെ ബൈബിളായാലും ഖുറാനായാലും ഇതൊക്കെ വായിച്ച് പഠിപ്പിച്ച് അവരെ മനസ്സിലാക്കി പഠിപ്പിച്ച ആ ഒരു രീതിയിലാണ് അവർ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവർക്ക് അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല ഇത് ഉയർച്ചയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ഹിന്ദുസിൽ വരികയാണെങ്കിലും നമ്മുടെ സനാതന ധർമ്മത്തിൽ വരുവാണെങ്കിലും ഇങ്ങനെയുള്ള ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്നുള്ളതാണ്. കുട്ടികളെ അത് വായിക്കാൻ പ്രേരിപ്പിക്കുക, കുട്ടികളെ അത് പഠിപ്പിച്ചു കൊടുക്കുക, മുതിർന്നവർ വായിക്കുക, ഒരുപാട് എന്താ പറയാ, ഒന്നും മനസ്സിലാവാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ ആ ഒരു ജനതയെ, നമ്മുടെ ആ ഒരു ഹൈന്ദവ സമൂഹത്തെ, ആ ഒരു ജനതയെ നമുക്ക് നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുവരാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെയാണ് നാം മുന്നിട്ടിറങ്ങേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് മുന്നിട്ടിറങ്ങേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതെല്ലാരും ശ്രദ്ധിക്കുക. ഹരഹര മഹാദേവ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാട്ടോ. ഇതിൽ കുറെ അറിഞ്ഞുകൂടാത്തവരൊക്കെ വരുന്നുണ്ട്. അനു, സൂര്യൻ, വിഷ്ണു, സുനിൽ കുമാർ, കലാസാഗർ സഞ്ജു, സുബിൻ സുജിൽ, ശ്രീരാഗ്, രാജി, തജന്മത്ത്, ബിബിൻ കൃഷ്ണ, ബിബിൻ, അനസൂയ, ലക്ഷ്മിപ്രിയ, കവിത, ഇത്രയും പേരാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് എനിക്ക് കുറച്ച് സമയം കിട്ടി. ഇന്ന് കുറച്ച് ലേറ്റായി പോയാൽ മതി. എനിക്കൊരു 11:30 ആകുമ്പോൾ ഇന്ന് പോയാൽ മതി ഓഫീസിലേക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വന്നത് നിങ്ങളുടെ അടുത്ത് ഇത് വായിച്ച് പറയാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അപ്പം എല്ലാവരും അത് മനസ്സിലാക്കും. നമുക്ക് ഏത് കാര്യം ചെയ്താലും, നമ്മൾ എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺലൈനിലോ വഴി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അല്ലാതുള്ളതായിക്കോട്ടെ, നമ്മുടെ ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് അതിലൂടെ ധനം സമ്പാദിക്കാം. അപ്പോൾ ഒരുപാട് പേര് ധനം സമ്പാദിക്കുന്നതിൽ മാത്രം ആവരുത് നമ്മുടെ കോൺസെൻട്രേഷൻ. അത് നമുക്കൊരു ഭാഗമാണ് ജീവിതത്തിന്റെ. അത് നമുക്ക് അത്യന്താപേക്ഷിതവുമാണ്. പക്ഷെ നമ്മൾ കൂടുതലും മറ്റ് ഈ എന്താ പറയാ, ഭക്തി കാര്യങ്ങളിലും കൂടി വരാന്നുള്ളതാണ്. ഈ കലികാലത്ത് നമുക്ക് അതുകൊണ്ട് മാത്രമേ രക്ഷ നേടാൻ കഴിയുള്ളൂ. നമുക്ക് ഒരുപാട് ക്ഷമ പഠിക്കാനുണ്ട്, ഒരുപാട് ക്ഷമിക്കാനുള്ള കഴിവ് വേണം, നമുക്ക് എന്തോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അപ്പം എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ വലുതായിട്ട് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി എനിക്ക് അത് വിട്ടിട്ട് പോവാം, അല്ലെങ്കിൽ എനിക്കതൊരു ധൃതിയായിട്ടുള്ള സ്വഭാവമായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഇതിലോട്ട് വന്നതിന് ശേഷമാണ്, ഈ പറഞ്ഞ ഭക്തി കാര്യങ്ങളിലോട്ടും മെഡിറ്റേഷനിലോട്ടും ഒക്കെ ഞാൻ വന്നതിന് ശേഷമാണ് എനിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കാന്നുള്ളത്. നമ്മുടെ ക്രോധവും നമ്മുടെ എടുത്തുചാട്ടവും നമ്മുടേതായിട്ടുള്ള ഇതുമെല്ലാം നമുക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അത് മാറ്റിവെക്കുന്നതിലൂടെ നമുക്ക് കുറേ നന്മകൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയും. നമുക്ക് ഒരുപാട് എന്ത് സാഹചര്യത്തിലായാലും നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്
സാധിക്കുന്നതാണ്. അപ്പം അതെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയം സുനിശ്ചിതവും ആയിരിക്കും. അതുമാത്രമല്ല, എനിക്ക് വേറൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ എങ്ങനെയാണെന്നുള്ളത് മാത്രം നമ്മൾ നോക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ പലരും പല നെഗറ്റീവ്സും പറയാൻ പലരും കാണും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ പോരുത് എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ നമ്മുടെ എടുത്തുചാട്ടവും നമ്മുടെ ദേഷ്യവും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുകൊണ്ട് ആരും വിഷമിക്കരുത്. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടായില്ല എന്ന് ഓർത്തിട്ടൊന്നും ആരും വിഷമിക്കരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക കൂടുതലായിട്ടും. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് നന്മയൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഹരഹര മഹാദേവ, ശംഭോ മഹാദേവ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് ഭാഗം 42 ആണ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതായിരിക്കും. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ.